കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ട്രിപ്പ് ബുക്ക് ചെയ്തേക്കാണ്. മലയാളികളുടെ അസോസിയേഷൻ്റെ ഗ്യാങ്ങിൽ ഒരു കസ്തൽഡി സിവിത്ത എന്ന് പറഞ്ഞ ഒരു മണ്ണിൻ്റെ അടിയിലുള്ള പവിഴപ്പുറ്റുകൾ അങ്ങനെ പുറ്റുകളായിട്ടുള്ള സ്ഥലത്തോട്ട് കാണാനായിട്ട് അസോസിയേഷൻ്റെ കെയർ ഓഫിലുള്ള ഒരു ട്രിപ്പ് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ കാണുന്ന പാറമലകൾക്ക് അടിയിലുള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിയിലായിട്ടാണ് ഈ ഗുഹ വരുന്നത്. 5 കിലോമീറ്ററോളം നീളമുള്ള പുറ്റുകളാൽ കൽക്കാരത്തിൻ്റെ പവിഴപ്പുറ്റുകൾ പോലെ സംഭവം നിറഞ്ഞ ഒരു ഇടമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അത് പണ്ട് ഒഴുകിപ്പോയിരുന്നൊരു പുഴയായിരുന്നു. അത് ഏതോ ഒരു ദിക്കിന്ന് അതിവിടെ ആൾക്കാർ കയറി വന്ന് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. കുറച്ച് ആൾക്കാരൊക്കെ വന്ന് കണ്ടുപിടിച്ച ആൾക്കാരൊക്കെ മരിച്ചുപോയി. അങ്ങനെ അതും പിന്നീട് അത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയതാണ്. അതിൻ്റെ ഉൾഭാഗമൊക്കെ ഫുള്ള് പുറ്റുകൾ, അതുപോലെ ഭയങ്കര ഉറപ്പുള്ള പാറയാണ് കേട്ടോ. കൽക്കാരം ഭയങ്കര ഹാർഡായിട്ടുള്ള ഉറപ്പോട് കൂടിയിട്ടുള്ള സംഭവമാണിത്. ഇടിഞ്ഞ് വീഴില്ല എന്നൊക്കെയാണ് അവർ പറയണത്. അതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ കവാടം വരുന്നത്. ഇവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറണമെങ്കിൽ. നമ്മൾ ഓൾറെഡി പാക്കേജിൽ എല്ലാം ഇൻക്ലൂഡിങ് ആണ്. 40 യൂറോ നമുക്ക് പാക്കേജായിട്ട് കിട്ടി. ഇവിടെ അവരുടെ കണ്ടുപിടിച്ച ആൾക്കാരുടെ അവരുടെ സ്റ്റാറ്റു ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഫോട്ടോസ് ഡീറ്റെയിൽസൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. ആ വന്ന ടീമൊക്കെ മരിച്ചു പോയെന്ന് പറയണേ. ഏതോ ഗുഹേരുള്ളിയുടെ കുടുങ്ങി വന്ന് ഇതിനുള്ളിൽ പെട്ടുപോയ ടീമുകളാണ് അവർ മുഖാന്തരമാണ് ഇത് ഇങ്ങനൊരു സംഭവം ഭൂമിക്കടിയോടെ ഒഴുകി പോകണമെന്നുള്ളതാണ്. 5 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഇതിൽ നമുക്ക് 1 കിലോമീറ്റർ മാത്രമാണ് നമുക്കിപ്പോൾ ജസ്റ്റ് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി നമ്മൾ ഫുള്ള് സേഫ്റ്റി ഗാർഡൊക്കെ വെച്ച് വേണം, ഹെൽമെറ്റും അത്യാവശ്യം ടോർച്ച് സാധനങ്ങളൊക്കെ വെച്ച് വേണം അതിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാനുള്ള ഫുൾ പെർമിഷൻ എടുത്തിട്ട് വേണം അങ്ങോട്ട് ചെയ്യണമെങ്കിൽ. ഇപ്പം നമ്മൾ 1 കിലോമീറ്ററാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. നമ്മളിതിൻ്റെ ഒരു ചെറിയൊരു പീസ് ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി നോക്കി, പൊട്ടുന്നില്ല. ഭയങ്കര ഉറപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു ടൂറിസത്തിന് വേണ്ടി ഇങ്ങനെ തുറന്നു കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഇടുങ്ങിയ വഴികളുണ്ട്. ചെറിയൊരു പീസ് ഇതുപോലെ തൂങ്ങി നിൽക്കണതിന് വരെ നല്ല ഹാർഡായിട്ടുള്ള ടൈപ്പാണ്. ഇനി ഇവിടെ നിന്ന് ഭയങ്കര ഡീപ്പായിട്ടുള്ള 5 കിലോമീറ്ററുള്ള ഇതുപോലെ തുരങ്കം വരുന്നുണ്ട്. സായിപ്പായിരിക്കണം നമ്മുടെ നാട്ടിലെ പോലെ അത്രക്ക്. ആ 200 വർഷം എടുത്തിട്ടാണ് ഇങ്ങനൊരു കുഞ്ഞൊരു സംഭവം ഉണ്ടായി വരുന്നത് വെള്ളത്തോണ്ട്. ഇത് ഒരുപാട് വർഷങ്ങളെ കൊണ്ടാണ് ഇങ്ങനെ ഓരോ രൂപങ്ങളായി വരുന്നത്.
15-10 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഇഴുകി വരുന്നത്. ഓരോ സ്റ്റോണുകൾക്ക് ഓരോ രൂപം നമുക്ക് തോന്നിക്കുന്നുണ്ട്. ഈ കറുത്തിരിക്കുന്ന ലൈം സ്റ്റോണുകൾ ഇവരിത് ഫിൽട്ടർ ചെയ്തിട്ട് ഇതിൽ നിന്ന് ഇരുമ്പിൻ്റെ അയിരുകൾ ഇതിൽ വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഗൈഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പലതരം മെറ്റീരിയൽസ് ഈ ഇതിൽ അടങ്ങിയിരിക്കുന്നത്. കൽക്കാരം അടങ്ങിയതാണ് കൂടുതൽ പാറകൾ വരുന്നത്, ഇതിൻ്റെ സ്റ്റോൺ. അപ്പം അതിൽ പലതരം അയിരുകൾ കൂടിച്ചേർന്ന സംഭവമാണിത്. അയ്യോ